ശരി, ഇത് നിങ്ങൾ അത് സംബന്ധിച്ച് സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏഞ്ചൽ, നിങ്ങൾ അതിലേക്ക്, ആ പോയിന്റിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രത്യേക, നിങ്ങളെന്നല്ല, കോൺഗ്രസ് ആ ഡിസ്കഷൻ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേക താല്പര്യത്തോടെയാണ്. അത് ആരോപിക്കുന്ന കോൺഗ്രസ് യുക്തിസഹമായി ഒരു വിശദീകരണം തിരിച്ചു തന്നാൽ മതി. ഇതേ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇതേ നിയമം ഉൾപ്പെടുന്ന സ്ഥലത്ത് ശശി തരൂരിന് വേണ്ടി ഇതേ സംഘടന പരസ്യമായി പ്രചരണം നടത്തി. ഇത് ഒരു തെരഞ്ഞെടുപ്പിലല്ല, എല്ലാ തിരഞ്ഞെടുപ്പിലും. ഞാൻ ബാക്കിയെല്ലാം വിടുന്നു. ലാസ്റ്റ് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണല്ലോ. പിന്നെ ഇവരുമായിട്ടെല്ലാം ആർക്കാണ് ബന്ധമുള്ളതെന്ന് നമുക്കറിയാമല്ലോ. മഞ്ചേശ്വരത്ത് അവർ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്ത ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വളരെ ക്ലിയറായ ഒരു കാര്യം പറയുകയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരസ്യമല്ലാത്ത, ഞങ്ങൾ പ്രഖ്യാപിക്കാത്ത ഒരു രാഷ്ട്രീയ ബാന്ധവത്തിലും ഞങ്ങൾ ഏർപ്പെടില്ല. എന്ത് രാഷ്ട്രീയ ബാന്ധവത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഇതേ സംഘടന കഴിഞ്ഞ ശശി തരൂരിന് വേണ്ടി പ്രചരണം നടത്തിയില്ലേ? അവർ ഹൗസ് ക്യാമ്പയിൻ മാത്രമല്ല, വളരെ പ്രകടമായ, വളരെ പരസ്യമായ പ്രചരണ പ്രവർത്തനങ്ങളിൽ പോയിട്ടില്ലേ, വേദി പങ്കിട്ടിട്ടില്ലേ? അപ്പോൾ അതിന് എന്ത് ജസ്റ്റിഫിക്കേഷനാണ് അവരെന്ന് പറഞ്ഞത്? നേമത്ത് അക്കൗണ്ട് പൂട്ടിപ്പോൾ BJPയുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടിക്കണം. കോൺഗ്രസ് കൂട്ടിയാൽ കൂടോ? കോൺഗ്രസ് വിചാരിച്ചാൽ പറ്റോ? ട്രിവാൻഡ്രം സെൻട്രൽ നോക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അരുവിക്കരയിൽ BJP പ്രവർത്തിക്കുന്നില്ല, തിരുവനന്തപുരം സെൻട്രൽ കോൺഗ്രസിൻ്റെ രംഗത്തില്ല. നിങ്ങൾ കാണേണ്ടത്, ഈ ജില്ലയിൽ 14 സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ 14 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ട് സമീപിക്കുന്നത്, വോട്ട് ചോദിക്കുന്നത് ഒക്കെ യൂണിഫൈഡ് ആയൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മളൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കി ഇന്ന ആളുകളെ വോട്ട് ചോദിക്കുക, അങ്ങനൊരു സംവിധാനം ഞങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ പ്രായോഗികമായി നടക്കും. ഓരോ സ്ഥലത്തും ഓരോ സ്ഥാനാർത്ഥികളാണ് വോട്ട് ചോദിക്കുന്നത്. അത് സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആ ചോദ്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, വിശദീകരണം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് അതിനൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. ഇനി അതിനൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കാനുള്ള ധാർമ്മികമായ ഒരു അവകാശവും അപ്പുറത്തില്ല. ഈ ചർച്ച ഉയർത്തിക്കൊണ്ട് വരുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി അത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാദത്തെ സാധൂകരിക്കുന്നതാണ് ഈ ആരോപണം. അവിടെ സെക്കുലറായ വോട്ടുകൾ, വളരെ സെക്കുലറായ വോട്ടുകൾ, എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട സെക്കുലറായ വോട്ടുകളെ ഞങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ച വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത്. അവിടുത്തെ സെക്കുലറായ വോട്ടുകളെ ഞങ്ങളിൽ നിന്ന് അകറ്റണം, അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച. ഇപ്പോൾ ഏഞ്ചൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചർച്ച വീണ്ടും ഉന്നയിച്ചു, ഞങ്ങളോട് ചോദിച്ച് അതൊരു ഡിസ്കഷൻ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കേണ്ട പൊതു സെക്കുലർ വോട്ടുകളെ ഇനി അങ്ങനെ എന്തെങ്കിലും ബാധിക്കുന്നുവെങ്കിൽ ബാധിച്ചോട്ടെ എന്ന് ദുരുദ്ദേശത്തോടെയാണ്. അപ്പോൾ അത് തത്വത്തിൽ ആരെയാണ് സഹായിക്കുക? കോൺഗ്രസ് ഇറക്കി വിടുന്ന ഈ പ്രചാരവേലകൾ ആരെയാണ് സഹായിക്കുക? BJPയുടെ വിജയത്തിന് വഴിയൊരുക്കും. പറയട്ടെ, BJPയുടെ വിജയത്തിന് വഴിയൊരുക്കും. അപ്പോൾ എല്ലാം കൊണ്ടും പ്രചരണ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും നേമത്ത് BJP ജയിച്ചോട്ടെ എന്നൊരു ഉദാരമായ സമീപനം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീ VD സതീശൻ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് KPCC നിശ്ചയിച്ചു കൊടുക്കുന്ന രേവന്ത് റെഡ്ഡിയുടെ പരിപാടി, KPCC നിശ്ചയിച്ചു കൊടുക്കുന്ന സ്റ്റാർ ക്യാമ്പയിനർമാരുടെ പരിപാടി നേമം മണ്ഡലത്തിൽ കൊടുക്കുന്നതും, നേമം മണ്ഡലത്തിൽ BJPക്ക് ഒരു സ്വാധീനവുമില്ലാത്ത കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ച് അവിടെ ഈ സെക്കുലർ വോട്ടുകളെ വിഭജിക്കുന്നതിനുള്ള വളരെ തന്ത്രപരമായ നീക്കം കോൺഗ്രസ് നടത്തുന്നു. ഇത് അത്യന്തമാപൽക്കരമാണ്. BJPക്ക് വേണ്ടി പണിയെടുക്കലാണ്. നിങ്ങൾ അല്ല, ഒരു കാര്യം കേൾക്കണം. അതിൻ്റെ അദ്ദേഹം ആ ചോദ്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഉത്തരം. അഭിമുഖീകരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് പറയാൻ
RSS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ വീട്ടിൽ പോയി അവിടെ ഇരുന്നിട്ടുള്ള ആളല്ലേ ഈ പറയുന്ന രമേശിന്, നമ്മുടെ ഈ പറയുന്നവരെല്ലാം ഈ പറയുന്ന ഈ SDP എന്നാണ് ഇവർക്ക് ഈ അകൽച്ച തോന്നി തുടങ്ങിയത്? ഇവരുടെ ഒക്കെ ചങ്ങാതിയായിരുന്നല്ലോ, ഇപ്പോഴുമാണല്ലോ. എന്തിനാണ് മഞ്ചേശ്വരത്ത് ചെയ്തു കൊടുത്തേ? അപ്പോൾ ആവശ്യമില്ലാത്ത ചർച്ചകൾ എന്തെന്നറിയാമോ? ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ലാത്ത കാര്യത്തിൽ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് ഗോൾ പോസ്റ്റ് മാറ്റിവെക്കലാണ്. ഞങ്ങൾക്കൊരു ബാധ്യതയുമില്ലാത്ത കാര്യങ്ങൾ, ഞങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവുമില്ലാത്ത കാര്യങ്ങൾ, മീൻസ് ഒരു ബാധ്യതയും ഉത്തരവാദിത്വമില്ലാത്ത കാര്യങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കുക. അതെന്തൊരാവശ്യം? അത് ശരിയല്ല.